നിങ്ങൾക്കില്ലേ ഈ ഉള്ളി വെച്ച ക്രിസ്പിയിലാ ഇഷ്ടം അതോ സോഫ്റ്റിലാ ഇഷ്ടം? എനിക്ക് ക്രിസ്പിയിലാട്ടാ ഇഷ്ടം. നമ്മ ഇതിന് ഉള്ളി വെച്ച എന്നാ പറയല്. നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയല്? നല്ല ചൂടുള്ളി വെച്ച. അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാ? അത് ക്രിസ്പിയിൽ ഓരോരാൾക്ക് ഇഷ്ടപ്പെടും, സോഫ്റ്റിലും ഇഷ്ടപ്പെടും. എനിക്ക് ക്രിസ്പി ആട്ടാ ഇഷ്ടം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സോഫ്റ്റിലും കൂടി ഉണ്ടാക്കാം. ഉള്ളി വെച്ച മാത്രമല്ല കേട്ടാ, ഈ ഒരു അടിപൊളി ചട്നി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ആക്കുന്നില്ലൂ. ഇനി നമുക്ക് ആദ്യം ഉള്ളി വെച്ചിട്ട് മിക്സ് റെഡിയാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി ആട്ടോ എടുത്തത്. നല്ല നേരിയ രീതിയിൽ കട്ട് ചെയ്യണേ, അത് മറക്കണ്ട. ഇത് ഞാനില്ലേ നല്ലോണം കൈ ഉപയോഗിച്ച് നരടി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം മല്ലിച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണേ. ഞാൻ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതാക്കാന്ന്. അതുകൊണ്ട് ഇത് അത്രയും സാധനം വേണ്ടല്ല, അതുകൊണ്ട് ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളകിന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് അധികമാണെങ്കിൽ കുറച്ച് പച്ചമുളക് അധികം ഇട്ട് കൊടുക്കുക കേട്ടാ. ഞാൻ പിന്നെ അത്ര ഇട്ടിട്ടു. ഇനി ഇതിലേക്ക് ഇഞ്ചിയില്ലേ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചതച്ചിട്ടോ ജ്യൂസിൽ പേസ്റ്റ് ആക്കിയിട്ടോ അല്ല ഇട്ടിട്ട് ഇതുപോലെ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ചധികം തന്നെ എടുത്തോ ഇഞ്ചി. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അധികം വേണ്ട, കുറച്ച് മതി ഇഞ്ചിനേക്കാളും. അത് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചതക്കാൻ പാടില്ല, അങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇല്ലേ ഒരു വറ്റൽ മുളക് ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ജ്യൂസെല്ലാം എടുക്കാൻ മടിയായതുകൊണ്ട് ഈ വറ്റൽ മുളക് ഇങ്ങനെ ചെറുതായ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ട അത്ര രീതിയിലല്ലേ പച്ചമുളകും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ഫ്രഷ് ആയിട്ടില്ല തന്നെയാണ് ചേർക്കുന്നത്. അതിട്ടതിന് ശേഷം വലിയ ജീരകം ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് എന്തായാലും ഇട്ട് കൊടുക്കണം, ഇത് ഒഴിച്ചുകൂടാത്തൊരു സാധനം. കുറച്ചധികം ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മളെ പുറത്തുനിന്നൊക്കെ തട്ടടി നിലക്ക് കിട്ടുന്നില്ല, നല്ലൊരു മണമില്ലേ, അത് ഇത് കൂടുതൽ ഇടുന്നോണ്ടട്ടെ എത്ര നല്ല മണം വരുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾ ആരും ചേർക്കാത്തൊരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും അല്ല കേട്ടാ, നമ്മളെ ചിക്കൻ മസാല പൊടി. ഈ ചിക്കൻ മസാല പൊടി ചേർത്തായില്ലേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കലുണ്ട്. അതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോ, എന്നാലും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണോട് ആദ്യം കുറേ ഒന്ന് കളിച്ച് പിന്നെ നടക്കുന്നില്ല തോന്നി, പിന്നെ കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടാ. മിക്സ് ചെയ്ത പാട് കൈ കഴുകാൻ മറക്കണ്ട, കൈയൊക്കെ നല്ലോണം കത്തും, മുളകൊക്കെ ചേർത്തതല്ലേ. അപ്പം ഇതിൽ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടാ. ഇത് മൂടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അങ്ങനെ 10 മിനിറ്റ് നമുക്ക് തുറന്നു നോക്കാം. ആ 10 മിനിറ്റൊക്കെ നമുക്കൊരു നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കഷ്ണം ഉള്ളിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകമാണേ, വലുതല്ല ചെറിയതാണേ. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവാണെങ്കിൽ 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനമാണ് മല്ലിയില. ഇത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിൽ പുതിനയിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് തീരുമാനിച്ചത്. അപ്പം ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചട്നിയിലേക്ക് ഞാനൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടാ, നമ്മളെ കായത്തിൻ്റെ പൊടി തന്നെ. ഞാനൊരു വീഡിയോയിൽ കണ്ട് ചേർത്ത് കൊടുത്തതാ, നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ചേർത്തിട്ട്. നമുക്കിതെല്ലാം ഒന്ന് ജ്യൂസിലിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ ആദ്യം ഒന്ന് അരിഞ്ഞു വന്നിട്ടില്ല, അതിന് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ പിന്നെ രണ്ടാമതായിട്ടൊക്കെ ഇങ്ങനെ പേസ്റ്റ് പോലെ കിട്ടിയത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക, എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുള്ളൂ. ഇനി ഈ കെച്ചപ്പെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇട്ടതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിട്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നേ. അപ്പോഴേക്കും നമ്മളെ ഉള്ളി വെച്ചിൻ്റെ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് തുറന്നു നോക്കാം. ഇതാ ഇപ്പോൾ നല്ല ചെറിയ രീതിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ നനവൊക്കെ വന്നിട്ടുണ്ട്.
ഈ വെള്ളം കളയൊന്നും വേണ്ട, ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നുമില്ല. ഇനി ഇതിലേക്ക് അരിപ്പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, കടലമാവും മൈദയൊന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അരിപ്പൊടിയായിട്ട് ഇങ്ങനെ എടുത്തത്. ടോട്ടൽ കുഴക്കുമ്പോഴേക്കും നമുക്ക് അങ്ങനെ അതിന് ആദ്യം കുറച്ച് വെച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് ടോട്ടൽ എനിക്ക് വന്നതാ 3/4 കപ്പ് അരിപ്പൊടി. ആദ്യം കുറേ സ്പൂണോട് ഇളക്കി നോക്കി, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സെറ്റായി വരുന്നില്ല. പിന്നെ ഞാൻ കൈയോടെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടാ, അപ്പം നല്ല രീതിക്ക് ആയി. ഇത് കുഴക്കുമ്പോൾ ഇല്ലേ, ഇതിലൊരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടാ നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, അപ്പം ആ നനവോട് കൂടിയിട്ട് ഇത് കുഴച്ചെടുത്തിന്. ഇതാ നോക്കിയാൽ ഒട്ടും സ്റ്റിക്കി അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കണേ, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്കില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പഠിച്ചോൻ ഈ വെളിച്ചെണ്ണ ഒഴിക്കാൻ ഞാൻ പെട്ട പാടെ എങ്ങനെയും വീണില്ലാന്നേ. ഇവിടെ തണുപ്പായോണ്ട് ആ ബോട്ടിലിന് താഴേക്ക് വീണേ ഇല്ല. തീൻ്റെ സൈഡിലൊക്കെ വെച്ച് ലാസ്റ്റ് ബോട്ടിലിൻ്റെ അവസ്ഥ ഇതാ ഉരുകിപ്പോയി, ആ തായിലെ മറിയുന്നുണ്ടില്ലേ. ഇങ്ങനെയെങ്കിൽ നേരത്തെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ ഡബ്ബ വെച്ചോട്ടെ. ഇനി പിന്നെ മടി കാരണം പിന്നെ എങ്ങനെയല്ലോ ഒന്ന് ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ഓവർ തടിയിലൊന്നല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്, നല്ല നേരിയ രീതിയിൽ. എന്താണെന്ന് അറിയുമോ, എനിക്ക് ക്രിസ്പിയാണ് ഇഷ്ടം, അതുകൊണ്ടാട്ടോ അങ്ങനെ ചുട്ടെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി സോഫ്റ്റിലാന്ന് വേണമെങ്കിൽ കുറച്ച് നല്ലോണം ഇങ്ങനെ പുട്ടെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ പരത്തിയ രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഓവർ തീയില്ലേ നല്ലോണം കൂട്ടിയിട്ട് പൊരിച്ചെടുത്ത് ആ ഉള്ളി കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട ടേസ്റ്റാണ്, ഭയങ്കര കയ്പ്പൊക്കെ വരും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം അങ്ങനെ ഇട്ടാവാണ് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഉള്ളില്ലേ ഒരു പൊടി പൊരിഞ്ഞാൽ തന്നെ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റാണ് വരില്ല. അപ്പം ഓവർ പൊരിയാൻ നിൽക്കണ്ട, കുറച്ച് പൊരിയുമ്പോൾ തന്നെ ഇത് മാറ്റിക്കൊള്ളണം എണ്ണയിൽ നിന്ന്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സോഫ്റ്റിലും പൊരിച്ചെടുക്കാം, നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.